പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുള്ള ഒരു വാർത്ത ഇപ്പോൾ കാണാനിട വന്നു. നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യുക. ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ആ പ്രസ്തുത വാർത്ത. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായകളെ മാറ്റാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. തെരുവ് നായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായകളെ മാറ്റാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. പിടികൂടുന്ന തെരുവ് നായകളെ വന്ധ്യംകരണത്തിന് ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണം. പ്രിയമുള്ളവരെ, എന്നെ പോലെ തന്നെ ഈ വാർത്ത നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വിധി വന്നത് വളരെ സ്വാഗതാർഹം തന്നെയാണ്. നമ്മളെ ഭരിക്കുന്ന ഭരണകൂടം തന്നെ ഇതിനൊരു നടപടി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു തെരുവുനായ ആക്രമണം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്തെ ആ ഭരണാധികാരിക്ക് എതിരെ ആര് തന്നെയാണെങ്കിലും പരാതിപ്പെടാം. ആ ആൾക്കെതിരെ. കാര്യം ഇവിടെയുള്ള നിയമവ്യവസ്ഥയിൽ എന്തെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്താൻ ബാധ്യതപ്പെട്ടവരാണവർ. അവരത് ചെയ്യേണ്ടതുണ്ട്. ഇതുപോലുള്ള തെരുവ് നായകൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനെതിരെ അവരെന്തെങ്കിലും ചെയ്യണം. സുപ്രീം കോടതി ഇപ്പോൾ വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തേ പറ്റൂ. പിന്നെ ഈ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കസേരയിൽ കയറി ഇരിക്കുക എന്ന് മാത്രമാണോ? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വെറുതെ കസേരയിൽ ഇരുന്ന് എന്തെങ്കിലും എഴുത്തുകുത്ത് നടത്തുന്നതിനെയാണ് ഈ ഭരണം എന്ന് പറയുന്നത്, അല്ലല്ലോ. ഇതുപോലെ ജനങ്ങൾക്ക് പ്രയോജനകരമായ, ഉപകാരപ്രദമായ, അവരുടെ ജീവന് സംരക്ഷണം കൊടുക്കുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇങ്ങനൊരു അധികാരത്തിൽ നിങ്ങൾ എന്തിനു കയറിയിരിക്കണം? മാസം ശമ്പളം മേടിക്കുന്നുണ്ടല്ലോ, വെറുതെ രസത്തിന് കയറി ഇരിക്കുമല്ലോ. അപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി. നായ കടിച്ച് പേ പിടിച്ച് മരിച്ച കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ടോയെന്നറിയില്ല. പക്ഷേ ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഈ 1-2 വർഷത്തിനുള്ളിൽ തന്നെ കുറേ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ ഒരു കുട്ടി മരിച്ച ഒരു സംഭവം ഈ അടുത്തിടയ്ക്കെന്ന് പറഞ്ഞ ഈ മാസങ്ങൾക്കിടയിൽ കേട്ട ഓർമ്മ ഇപ്പോഴും എനിക്കുണ്ട്. ആ വീട്ടുകാരുടെയൊക്കെ ഒരു അവസ്ഥയെ, അവനവൻ്റെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മാത്രമേ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് കൈയും കാലും അനങ്ങത്തുള്ളൂ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനുള്ള കെൽപ്പ് നിങ്ങൾക്കില്ലേ? എന്തെങ്കിലും നടപടി ചെയ്തേ പറ്റൂ. കാര്യം ഇങ്ങനൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. ഇല്ലാത്ത പക്ഷം ആർക്കെങ്കിലും ഇനിയും ഇതുപോലുള്ള തെരുവ് നായ ആക്രമണം ഉണ്ടായാൽ നടപടി എടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി കൊടുക്കുക. സ്റ്റേഷനിൽ പരാതി എടുത്തില്ലെങ്കിൽ കോടതിയിൽ ഡയറക്റ്റ് പരാതി കൊടുക്കാമല്ലോ. അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അങ്ങനെ ചെയ്യുക. താങ്ക് യു.